ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായ കേരളവാണിയുടെ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 9, ആണ്ടുവട്ടം 18-ാം വാരം, ശനിയാഴ്ച. തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം നൽകുന്നു. ഒരു പിശാചുബാധിതനെ ഈശോ സുഖപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിശ്വാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം എന്ന ഒരു പരസ്യവാക്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ വളരെ അന്വർത്ഥമാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഊടും ഭാവവുമെല്ലാം ഈ വിശ്വാസത്തിൻ്റെ തലവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. എത്രമാത്രം ആഴമുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത് എന്ന് ഒരു ആത്മപരിശോധന നടത്തുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ സഹായിക്കും. ശാന്തമായ തീരം ഒരു നല്ല കപ്പിത്താനെ രൂപപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴും അത് വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യത്തിൽ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ശാന്തമായിട്ട് നിൽക്കുന്ന ജീവിതത്തിൽ വിശ്വാസം അത്രയേറെ പരീക്ഷിക്കപ്പെടുന്നില്ല. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ നേരിടേണ്ടി വരുമ്പോൾ നിന്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴവും വിശുദ്ധിയും നൈർമല്യവുമെല്ലാം പരീക്ഷിക്കപ്പെടുന്നു. നീ എത്രമാത്രം നിർമ്മലമായ ഹൃദയത്തോടുകൂടെയാണ്, കളങ്കമില്ലാത്ത മനസ്സോടുകൂടെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്ന് അപ്പോൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെയെല്ലാം ജീവിതം അഗ്നിയിൽ എന്ന പോലെ ശുദ്ധി ചെയ്യപ്പെടണം. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വിശ്വാസിയാകുക എന്നതിനേക്കാളും അപ്പുറം കടുകുമണിയോളം കാമ്പുള്ള, ആഴമുള്ള, പ്രതിസന്ധികളിലും തളരാത്ത, പതറാത്ത വിശ്വാസ ജീവിതത്തിന് ഉടമയായി മാറുക എന്നത് തന്നെയാണ്. പിശാചിനെ ബഹിഷ്കരിക്കുവാനും സൗഖ്യം നേടുവാനും ദൈവസന്നിധിയിൽ നിർമ്മല മനസ്സോടെ ആയിരിക്കുവാനും ഈ ആഴമുള്ള വിശ്വാസം, കഴമ്പുള്ള വിശ്വാസം നമ്മെ സഹായിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന് തെറ്റായ പല മാനങ്ങളും കൽപ്പിച്ചു നൽകുന്നുണ്ടെങ്കിലും യഥാർത്ഥ സ്നേഹം വിട്ടുകൊടുക്കലിൻ്റെയും പൂർണ്ണമായി ആശ്രയിക്കുന്നതിലുമാണ്. നമ്മൾ ഒരാളെ ഉള്ളു തുറന്ന് സ്നേഹിച്ചാൽ മാത്രമേ അയാളെ വിശ്വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ആദ്യ വായനയും പ്രതിവചന സങ്കീർത്തനവും കർത്താവിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നമ്മോട് പറയുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക എന്നത് ദൈവത്തെ സ്നേഹിക്കുക തന്നെയാണ്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അത് ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി മാറുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഏകദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ദൃഢീകരിക്കാം. ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കാം. അവിടുത്തെ നമുക്ക് സ്നേഹിക്കാം. ഏവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു.